പ്ലസ് 1 ഏകജാലക പ്രവേശനം അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി ഒക്ടോബർ 10 രാവിലെ 9 മണി മുതൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള വേക്കൻസി അതുപോലെ തന്നെ മറ്റ് വിവരങ്ങൾ ഒക്ടോബർ 10 രാവിലെ 9 മണിക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. വെബ്സൈറ്റ് അഡ്രസ് www.hscap.kerala.gov.in. സേ പരീക്ഷ എഴുതി കാത്തു നിൽക്കുന്ന കുട്ടികൾക്കും ഈ അവസരത്തിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ നിലവിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഏതെങ്കിലും ഒരു കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുകയും പ്രവേശനം നേടാൻ സാധിക്കാതെ വന്ന കുട്ടികൾക്കും ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടുകയും TC വാങ്ങുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ അവസരത്തിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ഞാൻ ആഷിദ് പുഴക്കൽ. വിദ്യാഭ്യാസപരമായ വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി വലതുവശത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അപേക്ഷയിലുള്ള തെറ്റ് തിരുത്തുന്നതിനും ആവശ്യമായ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നതിനുമുള്ള അവസരം ഉണ്ടായിരുന്നു. അപേക്ഷയിലെ പിഴവ് കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ അവസരത്തിൽ അപേക്ഷയിൽ വന്ന തെറ്റ് തിരുത്തിക്കൊണ്ട് അപേക്ഷ പുതുക്കി നൽകാവുന്നതാണ്. ഭൂരിഭാഗം അപേക്ഷയിലും കാറ്റഗറി രേഖപ്പെടുത്തിയ സമയത്താണ് തെറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. OBC കാറ്റഗറിയിൽ വരേണ്ട വിദ്യാർത്ഥികൾ അപേക്ഷയിൽ OEC രേഖപ്പെടുത്തിയത് മൂലം അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പ്രോസ്പെക്ടസിലെ അനുബന്ധം 3-ൽ പറഞ്ഞിരിക്കുന്ന ജാതി വരുന്നത് ഹിന്ദു OBC ആണ്. അവരൊരു കാരണവശാലും OEC എന്നുള്ളത് രേഖപ്പെടുത്താൻ വേണ്ടി പാടില്ല. യോഗ്യതാ പരീക്ഷയുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, ഇയർ ഓഫ് പാസ് എന്നിവ തെറ്റായി നൽകിയ വിദ്യാർത്ഥികൾക്ക് ഈ അവസരത്തിൽ അത്തരത്തിലുള്ള തെറ്റ് തിരുത്തുന്നതിനും കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മുഖ്യ അലോട്ട്മെൻറ്റ് അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിനിലെ റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ കയറിയതിനു ശേഷം അപേക്ഷ പുതിയ ഓപ്ഷനുകൾ നൽകി പുതുക്കേണ്ടതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അപ്ലൈ ഓൺലൈൻ SWS എന്ന ലിങ്കിലൂടെ കയറി പുതിയ അപേക്ഷാ സമർപ്പണം നടത്തുകയും കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുമാണ്. തെറ്റായ വിവരങ്ങൾ നൽകിയതിൻ്റെ പേരിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിലെ റിന്യൂ ആപ്ലിക്കേഷൻ എന്നതിൽ കയറിയതിനു ശേഷം ആവശ്യമായ തിരുത്തലുകൾ നടത്തി അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ നടത്തേണ്ടതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള വേക്കൻസികൾ 2020 ഒക്ടോബർ 10 രാവിലെ 9 മണിക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി പ്രസിദ്ധീകരിക്കുന്ന വേക്കൻസികളിലേക്ക് മാത്രമേ അല്ലെങ്കിൽ സ്കൂൾ കോമ്പിനേഷനുകളിലേക്ക് മാത്രമേ പുതുതായിട്ട് ഓപ്ഷൻസ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള അപേക്ഷാ സമർപ്പണം ഒക്ടോബർ 10 രാവിലെ 9 മണി മുതൽ ഒക്ടോബർ 14 വൈകിട്ട് 5 മണി വരെ നടത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയായും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷന് വേണ്ടി വലതുവശത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക.